hello, welcome back to my channel. This video is our skin anti-aging and instant brightening DIY pack prepare available needed quantity bowl next add scrubbing particle scrubbing effect rice flour അപ്പോൾ അരിപ്പൊടിയിൽ നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി എടുക്കുക. അരിപ്പൊടിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫേസ് നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ഡെഡ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള പോഴ്സ് ഒക്കെ നന്നായിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കടലപ്പൊടിയും ഇതേപോലെ തന്നെ ഓപ്പൺ പോഴ്സ് ഒക്കെ ടൈറ്റൻ ചെയ്യാനും എപ്പോഴും ഏർലി ആയിട്ടുള്ള പ്രീമച്യൂർ സൈൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇല്ലാണ്ടാക്കാനും ഡാർക്ക് സ്പോട്ട് ബ്ലെമിഷസ് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ തേർഡ് അതായത് ലാസ്റ്റ് ഫൈനലി ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്, അതായത് മിൽക്കാണ് കേട്ടോ. അപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് മിൽക്ക്. പാലും കൂടെ നമ്മൾ ഫൈനലി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഡെഡ് ആയിട്ടുള്ള സെൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസും ഡേർട്ടും എണ്ണമെഴുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇല്ലാണ്ടാക്കാനൊക്കെ സഹായിക്കും. അപ്പം ഇതും നമ്മുടെ സ്കിൻ നല്ലോണം ആൻറ്റി ഏജിനിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു DIY പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ആൻറ്റി ഏജിനിങ് അതേപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കാനും ആ ഒരു ടൈറ്റൻ ചെയ്യാനൊക്കെ അതായത് വിങ്കിൾസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ചുളിവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ സഹായിക്കും. പിന്നെ കോളജൻ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് മൂന്നിൻ്റെയും കൂടെ ആ ഒരു എൻറിച്ച്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലെൻഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും കേട്ടോ. ഡബിൾ എന്നല്ല, ഇതിൽ മൂന്നിലും ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ഹെൽപ്പ് കൊണ്ടിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എക്സാക്ട്ലി 3 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് എത്ര നേരമാണ് നമ്മുടെ ഫേസിൽ ലീവ് ഇറ്റ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ ലീവ് ഇറ്റ് ചെയ്യുക കേട്ടോ. ഇത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്, അതായത് ഓയിലി, ആക്നി പ്രൂൺ, അതേപോലെ തന്നെ കോമ്പിനേഷൻ, ദെൻ നോർമൽ, ഡ്രൈ, ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ വളരെ ഈസി പീസിയാണ്, വീട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല. പിന്നെ 0 സൈഡ് എഫക്ട്സ് ആണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള DIY പാക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 100% ഷുവറായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് തേക്കാൻ പറ്റും എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. നമ്മുടെ ഫേസ് ഓവറോൾ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും അത് ഡ്രൈ ആവുന്ന ആ ഒരു സ്റ്റേജ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് റിമൈനിങ് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാക്ക് നല്ലോണം റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ 15 അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിലാണ് വാഷ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം നമ്മൾ പാട്രി ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇതിൽ നമ്മൾ റൈസ് ഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടി നമ്മൾ ഇതേപോലെ DIY പാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യും നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീക്കിലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് മാക്സിമം ചെയ്താൽ മതി. അതിൽ കൂടുതൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ആഫ്റ്റർ കെയറിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. അപ്പോൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ ഞാൻ വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട് 20 മിനിറ്റ്സിന് ശേഷം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് യൂസിൽ തന്നെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. നന്നായിട്ട് ആ ഒരു വെളുപ്പ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് വൈറ്റൻ ആക്കിയത് എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഷുവറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ടൈമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ ഷുവറായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അതായത് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്ത് നോക്കും. ആ ഒരു ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ അമേസിങ് ആയിട്ടുള്ള കിടിലൻ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് അതേപോലെ തന്നെ ഭയങ്കര സ്മൂത്ത്നെസ് ഒക്കെ എനിക്ക് തോന്നി കേട്ടോ. സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ദെൻ നമ്മൾ ആഫ്റ്റർ കെയറിൽ മസ്റ്റായിട്ടും ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം നമ്മൾ ആ ഒരു ടോണറൊക്കെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആയതിനു ശേഷം നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റെപ്പ് ആഫ്റ്റർ കെയറിൽ നിങ്ങൾ മറക്കരുത്. ബിഫോർ കെയർ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്ലെൻസ് ചെയ്യണം നമ്മുടെ ഫേസ് നല്ലോണം. അപ്പോൾ ക്ലെൻസർ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ഈസി പീസി ആയിട്ട് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിങ് ആയിട്ടുള്ള റിസൾട്ടാണ്. 100% റിസൾട്ട് കിട്ടും.
അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. പിമ്പിൾസൊക്കെ നല്ലോണം റിഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കും കേട്ടോ ഈ ഒരു പാക്ക്. അപ്പോൾ ആക്നെ പ്രൂൺ ആയിട്ടുള്ള സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്.